അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. രാജാവായ കർത്താവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമം എന്നെന്നും പ്രകീർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവായ കർത്താവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമം എന്നെന്നും പ്രകീർത്തിക്കും. അനുദിനം ഞാൻ അങ്ങയെ വാഴ്ത്തും. അങ്ങയുടെ നാമം എന്നേക്കും പുകഴ്ത്തും. നമ്മുടെ കർത്താവ് വലിയവനാകുന്നു, അത്യന്തം സ്തുത്യർഹനാകുന്നു. അവിടുത്തെ മഹത്വം നിസ്സീമമാകുന്നു. തലമുറ തലമുറയോട് അങ്ങയുടെ ചെയ്തികൾ അറിയിക്കും. അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തും. ഭീതിതമായ ശക്തി അവർ പ്രഘോഷിക്കും. അങ്ങ് ചെയ്ത വൻകാര്യങ്ങൾ വിവരിക്കും. അങ്ങയുടെ മഹത്വം പ്രകീർത്തിക്കും. അങ്ങയുടെ കൃപാതിരേകത്തിന്റെ സ്മരണ നീതിനിഷ്ഠർ അന്വേഷിക്കും. അവർ അത് കണ്ടെത്തുകയും ചെയ്യും. കർത്താവ് ദയാലുവും കരുണാമയനുമാകുന്നു. ക്ഷമാശീലനും കൃപാനിധിയുമാകുന്നു. കർത്താവ് നല്ലവനാകുന്നു. എല്ലാ ദാസരിലും അവിടുന്ന് കരുണ ചൊരിയുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന്മാർ അങ്ങയെ സ്തുതിക്കുന്നു. നീതിനിഷ്ഠർ അങ്ങയെ പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിന്റെ പ്രതാപം അവർ വെളിപ്പെടുത്തും. അങ്ങയുടെ ശക്തി വിളംബരം ചെയ്യും. അങ്ങയുടെ മഹത്വവും രാജ്യത്തിന്റെ പ്രതാപവും മാനവരോട് അവർ പ്രഘോഷിക്കും. അങ്ങയുടെ രാജ്യം എന്നേക്കുമുള്ളതാണ്. ആധിപത്യം തലമുറ തോറും. കർത്താവ് തന്റെ വചനത്തിൽ വിശ്വസ്തനാകുന്നു. പ്രവർത്തികളെല്ലാം നീതിമാനാകുന്നു. വീഴുന്നവരെ അവിടുന്ന് താങ്ങുന്നു. വീണവരെ എഴുന്നേൽപ്പിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകൾ അങ്ങിലേക്ക് ഉയർന്നിരിക്കുന്നു. യഥാസമയം അങ്ങ് അവർക്ക് ഭക്ഷണം നൽകുന്നു. കൈതുറന്ന് ഏവരെയും സംതൃപ്തരാക്കുന്നു. കർത്താവ് തന്റെ മാർഗങ്ങളിലെല്ലാം നീതിമാനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്.
ആത്മാർത്ഥമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാകുന്നു. ഭക്തരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലമാക്കുന്നു. അവരുടെ യാചനകൾ ശ്രവിക്കുന്നു, അവരെ രക്ഷിക്കുന്നു. ഭക്തരെ കർത്താവ് സംരക്ഷിക്കുന്നു, ദുഷ്ടരെ നശിപ്പിക്കുന്നു. അധരത്താൽ ഞാൻ കർത്താവിനെ പ്രകീർത്തിക്കും. ജീവജാലങ്ങൾ എന്നെന്നും തിരുനാമം പുകഴ്ത്തും. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, ആയുഷ്കാലം മുഴുവൻ അവിടുത്തെ പുകഴ്ത്തുക. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും. അധികാരികളിലോ മറ്റുള്ളവരിലോ ആശ്രയം വയ്ക്കരുത്, രക്ഷ നൽകാൻ അവർക്ക് കഴിയുകയില്ല. ശ്വാസം നിലയ്ക്കുമ്പോൾ അവർ മണ്ണിലേക്ക് മടങ്ങുന്നു, അവരുടെ പദ്ധതികളെല്ലാം തകരുന്നു. യാക്കോബിന്റെ ദൈവം തുണയായുള്ളവൻ ഭാഗ്യവാനാകുന്നു, അവന്റെ ആശ്രയം ദൈവമായ കർത്താവിലാകുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും അവിടുന്ന് സൃഷ്ടിച്ചതാണ്. അവിടുന്ന് എന്നുമെന്നും സത്യം സംരക്ഷിക്കുന്നു, മർദ്ദിതർക്ക് നീതി നടത്തുന്നു. കർത്താവ് വിശക്കുന്നവർക്ക് ആഹാരമേകുന്നു, ബന്ധിതരെ സ്വതന്ത്രരാക്കുന്നു. കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു, കൂലിപ്പോയവരെ നിവർത്തുന്നു. കർത്താവ് നീതിനിഷ്ഠരെ സ്നേഹിക്കുന്നു, അകത്തെ പാലിക്കുന്നു. അനാഥരെയും വിധവകളെയും പോറ്റുന്നു, അധർമ്മികളുടെ മാർഗം തകർക്കുന്നു. കർത്താവ് എന്നേക്കും വാഴുന്നു, സിഹിയോനെ നിന്റെ ദൈവം തലമുറകളോളം. ദൈവത്തെ പ്രകീർത്തിക്കുന്നത് നല്ലതും ആനന്ദകരവുമാകുന്നു, സ്തുതി അവിടത്തേക്ക് യോഗ്യമാകുന്നു. കർത്താവ് ഓർസ്ലേം പണിതുയർത്തുന്നു, ചിതറിപ്പോയ ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നു. ഹൃദയം തകർന്നവരെ അവിടുന്ന് സുഖപ്പെടുത്തും, അവരുടെ വ്യതകൾ ഇല്ലാതാക്കും. നക്ഷത്രങ്ങളുടെ സംഖ്യ തിട്ടപ്പെടുത്തി അവിടുന്ന് അവയ്ക്കെല്ലാം പേരു നൽകി. കർത്താവ് വലിയവനും പ്രബലനുമാണ്, അവിടുത്തെ ജ്ഞാനം നിസ്സീമമാണ്. കർത്താവ് ദരിദ്രരെ ഉയർത്തുന്നു, ദുഷ്ടരെ ഭൂമിയോളം താഴ്ത്തുന്നു. കർത്താവിന് സ്തോത്രം ആലപിക്കുവേൻ, കിന്നരം മീട്ടി അവിടുത്തെ സ്തുതിക്കുവേൻ. മേഘങ്ങളാൽ അവിടുന്ന് ആകാശം മൂടുന്നു, ഭൂമിയിൽ മഴ പെയ്യിക്കുന്നു, മലകളിൽ പുല്ല് മുളപ്പിക്കുന്നു. മൃഗങ്ങളെയും കരയുന്ന പക്ഷിക്കുഞ്ഞുങ്ങളെയും അവിടുന്ന് തീറ്റിപ്പോറ്റുന്നു. അശ്വബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല, മല്ലന്റെ ശക്തിയിൽ സംപ്രീതനല്ല. തന്റെ ഭക്തരിലും തന്റെ കൃപ കാത്തിരിക്കുന്നവരിലും കർത്താവ് സംപ്രീതനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിങ്ങളൊരുങ്ങിയിരിക്കുവിൻ, കടമായി വാങ്ങിയതാ കഴിവും നന്മകളും കർത്താവിൻ കയ്യിൽ തിരികെ നൽകേണം. വിധിതൻ വേളയിതാ ആഗതമാകുന്നു. ജീവൻ വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യം നാഥൻ നൽകിയതാ, നന്മയ്ക്കനുഗുണമായി പ്രതിഫലമായി ഇവിടെ തിരികെ നൽകാനായി ധനമായില്ലൊന്നും, പാപകടം മാത്രം. ദുഷ്ടന്റെ ആയുഷ്കാലം ഹ്രസ്വമായിരിക്കും, അരജൻ വരവായി തിരികെ വാങ്ങിയിടാൻ നൽകിയ ധനമെല്ലാം ആയുസ്സധിഹ
സ്തുതി. നൃപരാമിഷിഹാതൻ പ്രിയരാം ശ്ലീഹന്മാർ തുണയായി മേവട്ടെ. പാപപൊറുതിക്കായി സബതൻ മക്കൾക്കായി അർച്ചന ചെയ്യട്ടെ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പത്രോസ്ലിഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ. സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ. എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്നും അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.